നെല്ലിക്കാട്ട് സ്വദേശിയായ ആരോമൽ ഇപിയുടെ സംഗീത മാധുര്യം ആരെയും വിസ്മയിപ്പിക്കും. ജന്മനാ സെറിബ്രൽ പാൾസി ബാധിതനായ ആരോമൽ സ്വാതന്ത്ര്യദിനത്തിൽ അവതരിപ്പിച്ച കീബോർഡ് വായനയിലൂടെയുള്ള സംഗീതം ആരെയും വിസ്മയിപ്പിക്കും. നെല്ലിക്കാട്ട് സ്വദേശി ഇപി ആരോമലിന്റെ സംഗീതം ആരെയും ഏറെ ആകർഷിക്കുന്നതാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആരോമൽ കീബോർഡിൽ വായിച്ച ദേശീയഗാനം ആരുടെയും മനസ്സിനെ കുളിരണിയിക്കും. ജന്മനാ സെറിബ്രൽ പാൾസി ബാധിതനായ ആരോമൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA മലയാളം 3rd സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 4 വർഷത്തിൽ അധികമായി ആരോമൽ സംഗീതം അഭ്യസിച്ചു വരുന്നു. മലപ്പുറം എടപ്പാൾ സ്വദേശിയായ നിർഷാദ് നിനിയാണ് ഗുരു. വായ്പാട്ടിനു പുറമെ കീബോർഡും ആരോമൽ അഭ്യസിക്കുന്നുണ്ട്. കീബോർഡ് വായിക്കുന്നത് ഇടതുകൈയുടെ ചൂണ്ടുവിരൽ മാത്രം ഉപയോഗിച്ചാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ കളികൾ കാണാൻ അതീവ തൽപരനാണ് ആരോമൽ. ആരോമലിന് സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയില്ലായിരുന്നു. നിരന്തരമായ ചികിത്സയുടെ ഭാഗമായി വാക്കർ ഉപയോഗിച്ച് ആരോമലിന് ഇന്ന് നടക്കാൻ സാധിക്കുന്നു. ആരോമൽ എൻ്റെ രണ്ടാമത്തെ മകനാണ്. അവൻ ജന്മന സെറിബ്രൽ പാൾസി ബാധിതനാണ്. സ്വയമേവ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ഒരു ആളാണ് ആരോമൽ. നിരവധിയായ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷനും മറ്റുള്ള തെറാപ്പി ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഇപ്പം വാക്കറിലൂടെ നടക്കും. സംഗീതത്തിൽ വലിയ താല്പര്യമാണ്. അങ്ങനെ സംഗീതത്തിന് താല്പര്യമുള്ളതിനാൽ സംഗീതം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും കഴിഞ്ഞ 4 വർഷമായി സംഗീതം അഭ്യസിച്ചു വരികയാണ്. അതുപോലെ കീബോർഡിലും പരിശീലനം നേടുന്നുണ്ട്. 2002 ആരോമലിന് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഓപ്പൺ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുകയും വിവിധങ്ങളായ ആൽബങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന അസുഖത്തെ തരണം ചെയ്തുകൊണ്ട് സംഗീതത്തെ ചേർത്തുപിടിക്കുന്ന ഈ 25 വയസ്സുകാരൻ പല നേട്ടങ്ങൾക്കും ഉടമയാണ്. 2022 ആരോമൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, നൊബേൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ആരോമൽ. ഞാൻ 4 വർഷമായി സംഗീതം പഠിച്ചു വരികയാണ്. എൻ്റെ ഗുരുനാഥൻ എടപ്പാൾ സ്വദേശിയായ നിർഷാദ് നീനി സാറാണ്. ഞാൻ നിരവധി റെക്കോർഡ് ഉടമയാണ്. ഒന്ന് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഒന്ന് നോബൽ ബുക്ക് ഓഫ് റെക്കോർഡ്. ഞാൻ മ്യൂസിക് തെറാപ്പി കോഴ്സ് ചെയ്തു കഴിഞ്ഞു. ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അച്ഛൻ VK ശശികുമാർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സീനിയർ സൂപ്രണ്ടായി വിരമിച്ചു. അമ്മ മഞ്ജുള EP കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.